ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ ഇവിടെ സമരത്തിൻ്റെ അവസാന ഘട്ടം സമരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രശസ്ത ചലച്ചിത്ര താരം മണിയൻപിള്ള രാജു നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു വിവാദമാണ് പുരോഗമിച്ചു വരുന്നത്. ഒരു സിനിമയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, എങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും? അടിയന്തരാവസ്ഥ കാലത്തോലും ഇല്ലാത്ത വലിയൊരു സംഭവമല്ലേ ഇത്. ഒരു പടത്തിനകത്ത് ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ, അപ്പോൾ ഇനി ഇവിടെ ആർക്കെങ്കിലും വിഷ്ണു എന്നോ നാരായണനോ ജോസഫ് എന്നൊക്കെ ഒരു പേരിടാൻ പറ്റുമോ? എല്ലാവർക്കും നമ്പർ ഇട്ട് വിടേണ്ടി വരില്ലേ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലൊരു കടന്നുകയറ്റം തന്നെയാണ്. ഒരിക്കലും ഇത് അനുവദിച്ചെടുക്കാൻ പാടില്ല. ഇത് സിനിമയെ മാത്രമല്ല, നാളെ ഇനി ബാക്കിയുള്ള കലാമീഡിയകളിലെല്ലാം ഇത് പ്രതിഫലിക്കും. പേര് പറയാൻ പാടില്ല, അത് മുളയിലെ തന്നെ നുള്ളിക്കളയണം. ഇതിന് എല്ലാ സിനിമാ സംഘടനകളും ഒന്നിച്ച് നിൽക്കുകയാണ്. ആദ്യമായിട്ടല്ല ജാനകി എന്ന പേര് ഒരു ചലച്ചിത്രത്തിൽ പടങ്ങളൊന്നുണ്ട്. പട്ടാളം ജാനകി വന്നിട്ടുണ്ട്, പിന്നെ സീതാവർഗീത വന്നിട്ടുണ്ട്, എൻ്റെ ജാനകി കുട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആർക്കാണ് ഈ ഭ്രാന്തറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും അതൊരു വലിയ തുഗ്ലക് ലൈനായിപ്പോയത്. അത് മാറ്റിയേ പറ്റുള്ളൂ. ഈ സിനിമ ഒരാളുടെ മാത്രം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എത്ര ആയിരം പേര് ഇതുകൊണ്ട് ജീവിക്കാൻ. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നടനോ നടിയോ ഡയറക്ടറോ എഡിറ്ററോ ടെക്നീഷ്യൻ മാത്രമല്ല, അതിൻ്റെ താഴോട്ട് തിയേറ്ററുകാർ, റെപ്രസെൻറ്റേറ്റീവ്, പോസ്റ്റർ ഒട്ടിക്കുന്നവർ വരെ, ഇതിൻ്റെ പിറകിൽ 10,000-കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരെല്ലാം കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നവരെയായിപ്പോയത്. ഇതൊരു മണ്ട തീരുമാനമാണ്. കേന്ദ്രമന്ത്രിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. കേന്ദ്ര സർക്കാരിൻ്റെ സെൻസർ ബോർഡാണ് ഇങ്ങനൊരു വെട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഇത് സ്ഥിതിയെങ്കിൽ തന്നെ സാധാരണ പടം എടുക്കുന്ന ആളുടെ സ്ഥിതി എന്തായിരിക്കും? അതാണ് ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ശക്തമായ പ്രതിഷേധമാണ്. കാര്യം ഇതൊരു കോമൺ മൈൻഡ് പോലെ അവർ പറയില്ലേ, ഇതൊരു ന്യായമായ കാര്യമാണ് ഈ സമരം. അപ്പോൾ ഇത് മാറ്റിയേ പറ്റുള്ളൂ. മാറ്റിയില്ലെങ്കിൽ ഇവിടെ ഈ വ്യവസായം തന്നെ ഇത് ആരുടെ തലയിൽ ചോദിച്ചാണ് ഇങ്ങനൊരു വിഡ്ഢിത്തം ഞാൻ ആലോചിക്കാനായിട്ട്. ഒരു മനുഷ്യരെ ആലോചിക്കാതെ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ അവർക്ക് കിടക്കുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു നിസ്സാര കാര്യം വന്നിട്ട് ബാക്കിയുള്ളവരുടെ തൊഴിൽ മുടക്കുന്നത്. വലിയ പ്രതിഷേധമാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്ന നിലപാടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും പോലെ തന്നെ മണിയൻപിള്ള രാജുവിനുമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസന, ലീൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.